ദിസ് ഈസ് സെൻട്രാക് സജീവൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേര് ട്രെൻഡ് ട്രേഡിംഗ് വിത്ത് EMA21 ക്രോസ് ഓവർ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ പേരിലുള്ളത് പോലെ തന്നെ ഇതൊരു ട്രെൻഡ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് വിത്ത് ഹെൽപ്പ് ഓഫ് EMA21. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, മാർക്കറ്റിൽ 3 തരം ട്രെൻഡാണുള്ളത്. നമ്പർ 1 അപ് ട്രെൻഡ്, നമ്പർ 2 ഡൗൺ ട്രെൻഡ്, നമ്പർ 3 സൈഡ് വേസ് ട്രെൻഡ്. അപ്പോൾ സൈഡ് വേസ് ട്രെൻഡിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. സോ ഫ്രീ ആകുമ്പോൾ നോക്കുക ഗൈസ്. സോ നമ്മൾ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡിനെയും പറ്റിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്ട്രാറ്റജി ഒരു ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജിയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അപ് ട്രെൻഡ്. അപ് ട്രെൻഡ് ടെക്നിക്കലി പറയുകയാണെങ്കിൽ പ്രൈസ് ഒരു ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതിനാണ് നമ്മൾ അപ് ട്രെൻഡ് എന്ന് പറയുക. ബട്ട് ഇൻ കേസ് പ്രൈസ് സ്വിങ്സ് ക്രിയേറ്റ് ചെയ്യാതെ, അതായത് ഒരു ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോകുന്നതിന് ഒരു അപ് ട്രെൻഡ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതും ഒരു അപ് ട്രെൻഡ് ആണ് എന്ന് പറയും. പക്ഷേ ഇതിന് നമ്മളൊരു ഇമ്പൾസീവ് മൂവ് എന്നാണ് പറയുക. ബട്ട് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇമ്പൾസീവ് മൂവ് അല്ല, പകരം സ്വിങ്സ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഒരു ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന ഒരു അപ് ട്രെൻഡിനാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ദിസ് ഇൻ ദ ചാർട്ട്സ്. ഫ്രണ്ട്സ്, നിങ്ങളിവിടെ കാണുന്നത് ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റുമല്ലേ, ഈ ഒരു ലെവലിൽ നിന്നാണ് പ്രൈസ് മുകളിലേക്ക് പോകാൻ സ്റ്റാർട്ടായിരിക്കുന്നത്. എന്നിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും പ്രൈസ് തിരിച്ചു വന്നിട്ട് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു അപ് ട്രെൻഡ് എന്ന് പറയുക. അപ്പോൾ നമുക്കിതൊരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ട്രെൻഡ് ലൈനിൽ നമുക്കൊരു ഹയർ ഹൈസും ഹയർ ലോസും പ്രൈസ് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മളൊരു അപ് ട്രെൻഡ് എന്ന് പറയും. ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, നിങ്ങളിവിടെ കാണുന്നത് HDFCൻ്റെ ചാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവുമല്ലേ, പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് മുകളിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പ്രൈസ് ഒരു ഹയർ ഹൈയും ഹയർ ലോവും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു അപ് ട്രെൻഡ് എന്ന് പറയാം. ഇനി നമുക്ക് ഡൗൺ ട്രെൻഡ് എന്താണെന്ന് പഠിച്ചിട്ട് വരാം. ഡൗൺ ട്രെൻഡ് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ലോവർ ലോയും ലോവർ ഹൈയും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരുന്നതിനാണ് നമ്മളൊരു ഡൗൺ ട്രെൻഡ് എന്ന് പറയാം. ബട്ട് ഇനി നമുക്ക് പ്രൈസ് ഡയറക്റ്റ് ആയിട്ട് ഒരു ലോവർ ഹൈയും ലോവർ ലോവും ക്രിയേറ്റ് ചെയ്യാതെ ഇതുപോലെ പ്രൈസ് താഴേക്ക് ഒറ്റയടിക്ക് വരുന്നത് ഒരു ഡൗൺ ട്രെൻഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇതും ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സ്വിങ്സ് തന്നിട്ടില്ല, അതായത് ഒരു ലോവർ ഹൈയും ലോവർ ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചാർട്ടിൽ കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, നിങ്ങളിവിടെ കാണുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഡൗൺ ട്രെൻഡ് കിട്ടണമെങ്കിൽ നമുക്കൊരു ലോവർ ഹൈയും ലോവർ ലോവും ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ഏരിയ നിന്നാണ് പ്രൈസ് ആദ്യമായിട്ട് താഴേക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്വിങ് ഹൈ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുമല്ലേ, പ്രൈസ് ഒരു ലോവർ ലോയും ലോവർ ഹൈയും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു ഡൗൺ ട്രെൻഡ് എന്ന് പറയാം. വേറൊരു എക്സാമ്പിൾ നോക്കിയിട്ട് വരാം. ഫ്രണ്ട്സ്, നിങ്ങളിവിടെ കാണുന്നത് മാരുതി സുസുക്കി ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ടാണ്. അപ്പം നമുക്ക് ഇവിടെയും നോക്കിയാൽ മനസ്സിലാവുമല്ലേ, പ്രൈസ് ഒരു ലോവർ ലോയും ലോവർ ഹൈയും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു ഡൗൺ ട്രെൻഡ് എന്ന് പറയാം. ഇനി നമ്മുടെ സ്ട്രാറ്റജീൻ്റെ ഭാഗമായിട്ടുള്ള EMA21 എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ട്രെൻഡ് എന്താണെന്ന് പഠിച്ചു അല്ലേ, ട്രെൻഡിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കൂടുതൽ കണ്ടു അല്ലേ. ഇനി നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് EMA21 ആണ്. അപ്പോൾ EMA21 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഇൻഡിക്കേറ്ററാണ്. അതായത് ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് EMA21. ഇനി EMA21 ട്രേഡിംഗ് വ്യൂവിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോയിട്ട് ജസ്റ്റ് EMA എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ മൂവിങ് ആവറേജ് എക്സ്പൊണൻഷ്യൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ ആഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ സെറ്റിങ്സിൽ വന്നിട്ട് നമ്മളെ ലെങ്ത്ത് 9 നമ്മൾ 21ലേക്ക് ആഡ് ചെയ്യണം. പിന്നെ കളർ പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളെ ആവശ്യാനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഫ്രണ്ട്സ്, ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, പ്രൈസ് EMA21 മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടേം അപ് ട്രെൻഡിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും അല്ലേ, പ്രൈസ് 21 EMAൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷം ട്രേഡ് ചെയ്യുമ്പോൾ
പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇനി പ്രൈസ് EMA 21ന്റെ താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡൗൺ ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുമല്ലേ, ഒരു ലോവർ ലോയും ലോവർ ഹൈയും ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി EMA 21 പ്രൈസിൻ്റെ ഉള്ളിലൂടെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സൈഡ് വേസ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവുമല്ലേ, EMA 21 പ്രൈസിൻ്റെ ഉള്ളിലൂടെ ട്രേഡ് ചെയ്യുമ്പോൾ പ്രൈസ് കൺസോളിഡേറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതിനുശേഷം പ്രൈസ് EMA 21ന്റെ മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിയപ്പോൾ ഒരു അപ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം പ്രൈസ് EMA 21ന്റെ താഴേക്ക് ബ്രേക്ക് ചെയ്തുക ഒരു ഡൗൺ ട്രെൻഡും ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നമ്മളെ സ്ട്രാറ്റജി സെക്ഷനിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് അപ് ട്രെൻഡ് എങ്ങനെ ട്രേഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് സ്റ്റെപ്പ് നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ അപ് ട്രെൻഡ് കണ്ടുപിടിക്കണം. അതായത് 1 hour ടൈം ഫ്രെയിമിൽ നമ്മളൊരു അപ് ട്രെൻഡ് കണ്ടുപിടിക്കണം അല്ലേ. അതായത് ഒരു ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമുക്കൊരു ചാർട്ടിൽ നോക്കിയിട്ട് വരാം. ഫ്രണ്ട്സ്, നിങ്ങളിവിടെ കാണുന്നത് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ 1 hour ടൈം ഫ്രെയിം ചാർട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, അതായത് നമുക്കൊരു അപ് ട്രെൻഡ് കിട്ടണമെങ്കിൽ ഒരു ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവുമല്ലേ, പ്രൈസ് ഒരു ഹയർ ഹൈയും ഹയർ ലോവും ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാവുന്നതാണ്. അതായത് ഈ പ്രൈസ് ഒരു ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും 1 hour ടൈം ഫ്രെയിമിൽ. അപ്പോൾ നമ്മളെ സ്റ്റെപ്പ് നമ്പർ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 2, ഐഡൻറ്റിഫൈ വെയർ പ്രൈസ് ഈസ് ക്രിയേറ്റിംഗ് എ ഹയർ ലോ ഇൻ 1 hour ടൈം ഫ്രെയിം. അതായത് പ്രൈസ് എവിടെയാണ് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ 1 hour ടൈം ഫ്രെയിമിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൽ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 2 എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഈ ഒരു ഏരിയ നിന്നാണ് പ്രൈസ് ആദ്യമായിട്ട് മുകളിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അതിനുശേഷം നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ഒരു ഹയർ ലോസും ഹയർ ഹൈസും ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് തിരിച്ച് താഴേക്ക് വന്നിട്ട് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മളെ അപ് ട്രെൻഡ് ഇവിടെ കൺഫേം ആയി. അതായത് ഒരു ഹയർ ഹൈസും ഹയർ ലോസും നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമുക്കിവിടെ 2 ഹയർ ലോ കിട്ടിയപ്പോൾ നമ്മൾ ഈ 2 ഹയർ ലോവും കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണ്. എന്നാലേ ഉള്ളൂ പ്രൈസ് മൂന്നാമത്തെ പ്രാവശ്യം ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെ ട്രെൻഡ് ലൈനിലാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്ത് വരച്ചാലല്ലേ മൂന്നാമത്തെ പ്രാവശ്യം പ്രൈസ് എവിടെയാണ് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യൽ എന്നാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സോ സ്റ്റെപ്പ് നമ്പർ 3 എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പ്രൈസ് എപ്പോഴാണോ ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ട്രെൻഡ് ലൈനിൽ ഹയർ ലോ എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ സമയത്ത് നമ്മളെ 1 hour എന്നുള്ള ടൈം ഫ്രെയിം നമ്മൾ 15 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ചാർട്ടിൽ നോക്കിയിട്ട് മനസ്സിലാക്കാം. സോ ഈ ഒരു എക്സാമ്പിളിൽ ഈ ഒരു ലെവലിലായിരിക്കും നമ്മളെ ടൈമിങ് 1 hour 15 മിനിറ്റിലേക്ക് മാറ്റുക. കാരണം എന്താ വെച്ചാൽ പ്രൈസ് ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ പ്രൈസ് ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ, അതായത് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ എന്തുണ്ടാവണോ, പ്രൈസ് ഇവിടുന്ന് റിവേഴ്സ് ആയിട്ട് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലുണ്ടാവണം. കാരണം എന്താ വെച്ചാൽ പ്രൈസ് ഓൾറെഡി അപ് ട്രെൻഡിലാണ്, ഒരു ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് 15 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് 1 hour നമുക്കൊരു ഹയർ ലോ കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് നമ്മളെ സ്റ്റെപ്പ് നമ്പർ 4 എന്താണെന്ന് കണ്ടിട്ട് വരാം. സ്റ്റെപ്പ് നമ്പർ 4, ലുക്ക് ഫോർ ബ്രേക്ക് ഔട്ട് ഇൻ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം. അതായത് പ്രൈസ് ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാൻ താഴേക്ക് വരുമ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഒരു ഡൗൺ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ആ ഡൗൺ ട്രെൻഡിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് നമുക്കിനി ചാർട്ടിൽ നോക്കിയിട്ട് വരാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇതാണ് ഫ്രണ്ട്സ്. അതായത് പ്രൈസ് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി താഴേക്ക് വരുമ്പോൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഒരു ഡൗൺ ട്രെൻഡ് ഫോം ആവുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഫോം ആവുകയാണെങ്കിൽ 15 മിനിറ്റ്സിൽ നമുക്ക് ആ ഡൗൺ ട്രെൻഡിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണം നമ്മളൊരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഡൗൺ ട്രെൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ട്രെൻഡ് ലൈനാണ്. അതായത് ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അതൊരു ഡൗൺ ട്രെൻഡ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു എക്സാമ്പിളിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ പ്രൈസ് ഫസ്റ്റ് ഈ ഒരു ലെവലിൽ നിന്നാണ് താഴേക്ക് പോയതല്ലേ. എന്നിട്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് വീണ്ടും പ്രൈസ് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക്
വ്യക്തമായിട്ട് കാണാൻ പറ്റുമല്ലേ. ബട്ട് പ്രൈസ് വീണ്ടും തിരിച്ച് ആ ട്രെൻഡ് ലൈനിൽ എത്തിയപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? പ്രൈസ് താഴേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ പ്രൈസ് റിവേഴ്സ് ആവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സിഗ്നലാണത്. അതിനുശേഷം കണ്ടില്ലേ നമുക്ക് ഒരു അടിപൊളി ബ്രേക്ക് ഔട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ സ്റ്റെപ്പ് നമ്പർ 4 ഓൾസോ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് നമ്പർ 5ലേക്ക് പോവാം. സ്റ്റെപ്പ് നമ്പർ 5, പ്രൈസ് ഷുഡ് ഗിവ് ബ്രേക്ക് ഔട്ട് അബൌട്ട് 21 EMA. അതായത് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ 21 EMൻ്റെയും കൂടെ ബ്രേക്ക് ഔട്ട് തരേണ്ടതായിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ചാർട്ട്സ്. അപ്പോൾ ഞാനിവിടെ 21 EMA ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുമല്ലേ, നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുള്ള ക്യാൻഡിൽ 21 EMൻ്റെ മുകളിലേക്കും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്നത് ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലായിരിക്കും. കാരണം എന്താ വെച്ചാൽ 21 EMൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് നമ്മളൊരു അപ് ട്രെൻഡ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി ഈ ഒരു ക്യാൻഡിലായിരിക്കും. നമ്മളെ സ്റ്റോപ്പ് ലോസ് 21 EMൻ്റെ താഴെ ആയിരിക്കും. നമുക്ക് അറ്റ്ലീസ്റ്റ് 1:2 എയിം ചെയ്യാവുന്നതാണ്. നമുക്കത് ഈസിലി അച്ചീവ് ചെയ്യാൻ ഇവിടെ പറ്റിയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഗൈസ്. ഈ ഒരു സ്ട്രാറ്റജിക്ക് പുറമെ ഒരു ബോണസ് നോളജ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്യാണ് ഗൈസ്. അപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ ഒരു ഹയർ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണല്ലേ. അപ്പോൾ പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ റീച്ച് ആകുമ്പോൾ നമുക്കിവിടെ ഒരു കൺസോളിഡേഷൻ ഫേസ് കാണാൻ പറ്റുമല്ലേ. അതായത് നമുക്കിവിടെ ഒരു ഇമ്പൾസീവ് മൂവ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു കൺസോളിഡേഷൻ സ്റ്റേജ് നമുക്ക് കിട്ടിയതായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ കൺസോളിഡേഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊരു ട്രെൻഡ് ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഒരു പുതിയ ട്രെൻഡ് റിവേഴ്സലോ വരാൻ പോകുന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ്. അപ്പോൾ നമ്മളെ പ്രീവിയസ് വീഡിയോ കണ്ടവർക്ക് ഇത് മനസ്സിലാവും അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു കൺസോളിഡേഷൻ സ്റ്റേജ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം കൺസോളിഡേഷൻ്റെ മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതുവരെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള സെല്ലിംഗ് മൊമെൻറ്റം കുറഞ്ഞു, ഇനി ബൈയിങ് മൊമെൻറ്റമാണ് ഇവിടെ വരാൻ പോകുന്നതെന്ന്. അപ്പോൾ EMA 21 ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു അഗ്രസീവ് ട്രേഡർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ, അതായത് EMA 21ൻ്റെ മുകളിലേക്ക് കിട്ടിയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഈസിലി 1:2 നമുക്ക് റിസ്ക് റിവാർഡായിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ കണ്ടിട്ട് വരാം. നിങ്ങളിവിടെ കാണുന്നത് L&Tൻ്റെ 1 അവർ ടൈം ഫ്രെയിം ചാർട്ടാണ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, 1 അവർ ടൈം ഫ്രെയിമിൽ ഒരു അപ് ട്രെൻഡ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും അല്ലേ, പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ സ്റ്റെപ്പ് നമ്പർ 1 കംപ്ലീറ്റഡ്. ഇനി നമ്മളെ സ്റ്റെപ്പ് നമ്പർ 2 എന്താ, പ്രൈസ് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നാണ് പ്രൈസ് ആദ്യമായിട്ട് മുകളിലേക്ക് പോയത്, എന്നിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് പ്രൈസ് തിരിച്ചു വന്നിട്ട് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 ഹയർ ലോസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് മുകളിലേക്ക് വരച്ചൂടെ. അപ്പോൾ നമുക്ക് എന്തായി, നമ്മളെ സ്റ്റെപ്പ് നമ്പർ 2 ഈസി ആയി അല്ലേ. വീണ്ടും പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നും പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നും നമുക്ക് മനസ്സിലുണ്ടാവണം അല്ലേ. അപ്പോൾ നമ്മളെ സ്റ്റെപ്പ് നമ്പർ 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ സ്റ്റെപ്പ് നമ്പർ 3 എന്താ, പ്രൈസ് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 15 മിനിറ്റ്സിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ നമ്മളിതിവിടെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് ഈ ചാർട്ട് സ്വിച്ച് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് അല്ലേ. ഇനി നമ്മളെ സ്റ്റെപ്പ് നമ്പർ 4ലേക്ക് പോവാം. അതെന്താണ്, അതായത് ഒരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരു ഡൗൺ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം, അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അത് നമുക്കൊരു ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് പ്രൈസ് താഴേക്ക് വന്നത്. അപ്പോൾ പ്രൈസ് ലോവർ ലോയും ലോവർ ഹൈയും ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ട്രെൻഡ് ലൈനിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നമുക്കൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് ഒരു ബ്രേക്ക് ഔട്ട് തന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മളെ സ്റ്റെപ്പ് നമ്പർ 5 എന്താണ്, ഈ കിട്ടിയിട്ടുള്ള ബ്രേക്ക് ഔട്ട് നമ്മളെ 21 EMAൻ്റെ കൂടെ ബ്രേക്ക് ഔട്ട് ആണെന്ന് ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, നമുക്ക് കിട്ടിയ ക്യാൻഡിൽ എന്ന് പറയുന്നത് 21 EMAൻ്റെ മുകളിലേക്കും കിട്ടിയ ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലായിരിക്കും നമ്മളെ എൻട്രി എടുക്കാൻ പോകുന്നത്. നമ്മളെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 21 EMAൻ്റെ താഴെ നമുക്ക് വെക്കാവുന്നതാണ്. നമ്മളെ ടാർഗറ്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1:2 വേണം നമ്മൾ എയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവിടെ. ഇനി നമുക്ക് നമ്മളെ ഡൗൺ ട്രെൻഡ് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാം. സ്റ്റെപ്പ് നമ്പർ 1, ഒരു 1 അവർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു ഡൗൺ ട്രെൻഡ് കണ്ടുപിടിക്കണം അല്ലേ. സ്റ്റെപ്പ് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ 1 അവർ ടൈം ഫ്രെയിമിൽ തന്നെ ഒരു
ലോവർ ഹൈ എവിടെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റെപ്പ് നമ്പർ 3, നമുക്കൊരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇനി സ്റ്റെപ്പ് നമ്പർ 4 എന്താ? 15 മിനിറ്റ്സിൽ ഒരു അപ്പ് ട്രെൻഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. സ്റ്റെപ്പ് നമ്പർ 5, ഫൈനൽ സ്റ്റെപ്പ്, EMA 21 താഴേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഫ്രണ്ട്സ്, നിങ്ങളിവിടെ കാണുന്നത് ബാങ്ക് നിഫ്റ്റിൻ്റെ 1 അവർ ടൈം ഫ്രെയിം ചാർട്ടാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഒരു ഡൗൺ ട്രെൻഡ് കണ്ടുപിടിക്കണം അല്ലേ? അതായത് 1 അവർ ടൈം ഫ്രെയിമിൽ ഒരു ഡൗൺ ട്രെൻഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുമല്ലേ, പ്രൈസ് ഇവിടെ നിന്നാണ് താഴേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് ഒരു ലോവർ ലോയും ലോവർ ഹൈയും ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മളെ സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മളെ സ്റ്റെപ്പ് നമ്പർ 2 എന്താ? പ്രൈസ് എവിടെയാണ് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും, ഈ ഒരു സ്വിങ് ഹൈ എന്നാണ് പ്രൈസ് ആദ്യമായിട്ട് താഴേക്ക് വന്നത്, എന്നിട്ടൊരു ലോ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും പ്രൈസ് തിരിച്ചൊരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 2 ലോവർ ഹൈസ് കിട്ടിയല്ലേ? അപ്പോൾ നമുക്ക് 2 ലോവർ ഹൈസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ കണക്ട് ചെയ്ത് താഴേക്ക് വരച്ചൂടെ? അതായത് ഇതുപോലെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് കണക്ട് ചെയ്ത് താഴേക്ക് വരയ്ക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ പ്രാവശ്യം പ്രൈസ് ഈ ട്രെൻഡ് ലൈനിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവണം, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നും പ്രൈസ് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നും. അപ്പോൾ പ്രൈസ് ഇവിടെ ടച്ച് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ടൈം ഫ്രെയിം 15 മിനിറ്റ്സിലേക്ക് മാറ്റിയതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ? 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഒരു അപ്പ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഈ അപ്പ് ട്രെൻഡിൻ്റെ താഴേക്ക് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈന് വരച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലേ, പ്രൈസ് ഇവിടെ ഒരു ഹയർ ഹൈയും ഹയർ ലോവും ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മളെ ട്രെൻഡ് ലൈനിൽ എത്തിയപ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രൈസ് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമുക്കൊരു ബ്രേക്ക് ഔട്ട് തരുന്നു. അതുകൂടാതെ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ ക്യാൻഡിൽ ഇനി നമുക്ക് EMA 21 താഴെ കൂടെ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം അല്ലേ? അപ്പോൾ EMA 21 താഴെ നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയതായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ എൻട്രി ഈ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ നമ്മൾ വെക്കുന്നതാണ്. നമ്മളെ സ്റ്റോപ്പ് ലോസ് 21 EMAൻ്റെ വെക്കുക. നമുക്ക് അറ്റ്ലീസ്റ്റ് 1:2 ഈസിലി നമുക്കിവിടെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കിയിട്ട് വരാം. ഫ്രണ്ട്സ്, നിങ്ങളിവിടെ കാണുന്നത് നെസ്ലെ ഇൻഡസ്ട്രീസിൻ്റെ 1 അവർ ടൈം ഫ്രെയിം ചാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവുമല്ലേ, പ്രൈസ് ഒരു ലോവർ ഹൈയും ലോവർ ലോയും ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ സ്റ്റെപ്പ് നമ്പർ 1 എന്താ? ഐഡൻറ്റിഫൈ ഡൗൺ ട്രെൻഡ് ഇൻ 1 അവർ ടൈം ഫ്രെയിം. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമ്മളെ സ്റ്റെപ്പ് നമ്പർ 2 എന്താ? എവിടെയാണ് പ്രൈസ് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഹെൽപ്പിൽ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ പ്രൈസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് താഴേക്ക് വരാൻ വേണ്ടിയിട്ട്, എന്നിട്ടൊരു ലോവർ ഹൈ ഒരു ലോവർ ലോയും ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡ് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ലോവർ ഹൈ കിട്ടിയപ്പോൾ നമ്മളത് കണക്ട് ചെയ്ത് താഴേക്ക് വരച്ചു അല്ലേ? അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം പ്രൈസ് ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ പ്രൈസ് ഇവിടുന്ന് റിവേഴ്സായി താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മളെ മനസ്സിലുണ്ടാവണം അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താ? പ്രൈസ് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ചാർട്ട് ഷിഫ്റ്റ് ചെയ്യണം അല്ലേ? കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ ഒരു ലോവർ ലോയും ലോവർ ഹൈയും ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുമല്ലേ? അപ്പോൾ പ്രൈസ് ഓൾറെഡി ഡൗൺ ട്രെൻഡിലാണ് നമ്മൾ കൺഫേം ചെയ്തു. നമ്മളെ ട്രെൻഡ് ലൈനിൽ പ്രൈസ് ടച്ചും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് ചാർട്ട് ചേഞ്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ചാർട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മളെ 15 മിനിറ്റ്സിൽ ഒരു അപ്പ് ട്രെൻഡ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് നമുക്കിവിടെ ട്രെൻഡ് ലൈൻ വരച്ചാൽ കാണാൻ പറ്റുമല്ലേ, മുകളിലേക്ക് ഒരു ഹയർ ഹൈയും ഹയർ ലോയും ക്രിയേറ്റ് ചെയ്ത് 15 മിനിറ്റ്സിൽ പ്രൈസ് പോകുന്നതായിട്ട് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മളെ ട്രെൻഡ് ലൈൻ, അതായത് നമ്മളെ 1 അവർ ട്രെൻഡ് ലൈനിൽ പ്രൈസ് റീച്ച് ചെയ്തപ്പോൾ ഒരു സെയിം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പ്രൈസ് റിവേഴ്സായി ഇനി താഴേക്ക് പോകാൻ പോകുന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള EMA 21, അതായത് നമുക്ക് ഇവിടെ കിട്ടിയ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ EMA 21 താഴേക്കാണോ എന്ന് നോക്കണം അല്ലേ? അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും EMA 21 താഴേക്കാണ് നമുക്ക് കിട്ടിയ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ. അപ്പോൾ ഈ ക്യാൻഡിലായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുക. നമ്മളെ സ്റ്റോപ്പ് ലോസ് എബോവ് 21 EMA ആയിരിക്കും. നമുക്ക് അറ്റ്ലീസ്റ്റ് 1:2 1:3 നമുക്ക് എയിം ചെയ്യാവുന്നതാണ്. ആൻഡ് ദിസ് വാസ് എ മോൺസ്റ്റർ ട്രേഡ് ഗൈസ്.
സോ ഫ്രണ്ട്സ്, ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ലൈക്കും കമന്റും അടിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഡു ഫോളോ മീ ഫോർ ട്രേഡ് അപ്ഡേറ്റ്സ്.